ഹലോ ഗൈസ്, അപ്പോൾ ഇന്ന് എൻ്റെ ഒരു ബ്രേസസ് ജേണിയാണ് കേട്ടോ ഞാൻ പറയാൻ പോകുന്നത്. ഞാനൊരു 10 ഇയേഴ്സോളമായി ഞാൻ ട്രീറ്റ്മെൻറ്റ് 10 ഇയേഴ്സോളമായി ട്രീറ്റ്മെൻറ്റ് എന്ന് പറയാൻ പറ്റില്ല, ബ്രേക്ക് ചെയ്തിട്ടാണ് ഫൈനലി ഞാൻ ഈ ഒരു റിസൾട്ടിലോട്ട് വന്നിട്ടുള്ളത്. സോ എന്തൊക്കെയായിരുന്നു ഞാൻ എടുത്ത ട്രീറ്റ്മെൻറ്റ്, എന്തൊക്കെയായിരുന്നു ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു, എനിക്ക് പറ്റിയ തെറ്റുകൾ എന്തൊക്കെയായിരുന്നു, അതുകൊണ്ട് ഞാൻ കുറേ അനുഭവിക്കേണ്ടത്. സോ ആ ഒരു ലെങ്തി വീഡിയോ ആയിരിക്കും ചില മേ ബി. സോ നമുക്ക് ലെറ്റ്സ് ഗെറ്റ് ടു ദ വീഡിയോ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് ആണോ ഷെയർ ചെയ്യാൻ പോകുന്നത്. എൻ്റെ പല്ലിലെ കമ്പി ഇട്ടിട്ട് ഇപ്പോൾ എനിക്ക് നല്ലൊരു റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. സോ ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് ആണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ ബ്രേസസ് ഞാൻ ആദ്യമായിട്ട് ഇടുന്നത് ഞാൻ 9th സ്റ്റാൻഡേർഡിൽ പഠിക്കുമ്പോഴാണ് കേട്ടോ. ആ സമയത്ത് എനിക്ക് അത്യാവശ്യം പല്ലിൽ നല്ല രീതിയിൽ തന്നെ ഗ്യാപ്പ് ഉണ്ടായിരുന്നു. അതായത് ഓരോ പല്ലിൻ്റെ ഇടയിലും ഈ ഫ്രണ്ട് റോയിൽ വന്നിട്ട് നല്ല രീതിയിൽ തന്നെ എനിക്ക് ഗ്യാപ്പ് ഉണ്ടായിരുന്നു. പക്ഷെ അന്നത്തെ ഫോട്ടോസൊന്നും ഇല്ല കേട്ടോ എനിക്ക്. ഞാനിപ്പോൾ എൻ്റെ ഈ വീഡിയോയിൽ ഞാൻ ഓരോ ടൈമിലുള്ള എൻ്റെ ഫോട്ടോസ് ഞാൻ ഇതിലോട്ട് ആഡ് ചെയ്യാം, എങ്ങനെയാണ് ആ സമയത്ത് ഉണ്ടായിരുന്നത്. ഒരു പല്ലിന് ക്ലിപ്പ് ഇടുന്നതിന് മുന്നേ ഉള്ള ഫോട്ടോസ്, പണ്ടത്തെ ഫോട്ടോസില്ല, ഞാൻ പിന്നീടുള്ള ഫോട്ടോസെല്ലാം ഞാൻ ആഡ് ചെയ്യേണ്ടിയില്ല, അവൈലബിൾ ആയിട്ടുള്ള ഫോട്ടോസെല്ലാം. സോ ഞാൻ എൻ്റെ 9th സ്റ്റാൻഡേർഡ് പഠിക്കുമ്പോഴാണ് കേട്ടോ ഞാൻ ആദ്യമായിട്ട് എൻ്റെ പല്ലിൻ്റെ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ 9th സ്റ്റാൻഡേർഡിൽ വന്നിട്ട് എനിക്ക് നല്ല രീതിയിൽ ഗ്യാപ്പ് ഉണ്ടായിരുന്നു പല്ല്, പിന്നെ പ്രൊജക്ഷൻസും ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ വീട്ടിന് അടുത്തുള്ള ഒരു ഡെൻ്റൽ ക്ലിനിക്കിലായിരുന്നു ഞാൻ പോയിട്ടുണ്ടായിരുന്നു. ഞാൻ വീട്ടിൽ ഭയങ്കരമായിട്ട് നിർബന്ധിച്ചു, എനിക്ക് എന്തായാലും പല്ലിൽ ക്ലിപ്പ് ഇട്ടേ പറ്റൂ. അങ്ങനെ ഞാൻ എൻ്റെ വീട്ടിന് അടുത്തുള്ള, അങ്ങനെ എൻ്റെ നിർബന്ധപ്രകാരം ഞാനും അച്ഛനും കൂടിയിട്ട് എൻ്റെ വീട്ടിന് അടുത്തുള്ള ഒരു ഡെൻ്റൽ ക്ലിനിക്കിൽ പോയിട്ട് ഞങ്ങൾ ക്ലിപ്പ് ഇടാൻ വേണ്ടിയിട്ട് സംസാരിച്ചു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, വന്നോളൂ, കുഴപ്പമില്ല, എന്താ പറയുക, പല്ലിൽ ഗ്യാപ്പ് ഉണ്ട്, നമുക്ക് എന്താ പറയുക ട്രീറ്റ്മെൻറ്റ് എല്ലാം കഴിയുമ്പോഴേക്കും ഇതെല്ലാം കറക്റ്റ് ചെയ്ത് തരാമെന്നായിരുന്നു അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഡോക്ടറല്ല ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നത്, പുറത്തുനിന്ന് ഒരു ഡോക്ടറിനെ വരുത്തിച്ചിട്ടാണ് അവിടെ ട്രീറ്റ്മെൻറ്റ് തരുന്നത്. അപ്പോൾ ആ ഒരു ഡോക്ടർ വന്നിട്ടായിരുന്നു ട്രീറ്റ്മെൻറ്റ് എല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങൾ പോയി ആ ഡോക്ടറിനോട് സംസാരിച്ചു. അപ്പോൾ എൻ്റെ അച്ഛൻ പറഞ്ഞു ഇങ്ങനെ, അതായത് എന്താണ്, മോൾക്ക് പല്ലിൽ ഗ്യാപ്പ് ഉണ്ട്, അതുകൊണ്ട് നമുക്ക് പല്ല് പറിക്കാതെ ചെയ്യാൻ പറ്റുമോ. അപ്പോൾ ഡോക്ടറോട് നോക്കാം, നമുക്ക് ആ ഡോക്ടറിനോട് സംസാരിച്ച് നോക്കാം. അങ്ങനെ ആ ഡോക്ടർ പറഞ്ഞ ഒരു ടൈമിൽ ഞാനും അച്ഛനും കൂടി ചെന്നു. അവർ കണ്ടിട്ട് പറഞ്ഞു, മോളുടെ പല്ലിൽ ഗ്യാപ്പ് ഉള്ളതുകൊണ്ട് നമുക്ക് പല്ല് പറിക്കേണ്ട ആവശ്യമില്ല, നമുക്ക് ചെയ്യാമെന്ന് തന്നെയായിരുന്നു കേട്ടോ പറഞ്ഞു. പക്ഷേ താഴത്തെ പല്ലിൽ എനിക്ക് ഒട്ടും ഗ്യാപ്പൊന്നും ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തു. ആ സമയത്ത് ഞാൻ 9th പഠിക്കുന്ന സമയത്ത് 13,000 രൂപയായിരുന്നു പല്ലിൻ്റെ ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട്. അവർ പറഞ്ഞു അതിലും കൂടുതലായിരുന്നു. പിന്നെ അച്ഛൻ സംസാരിച്ചിട്ടായിരുന്നു 13,000 രൂപയ്ക്ക് ചെയ്തു തരാമെന്ന് വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്തൊക്കാലം അന്തക്കാലം. എനിക്കപ്പോൾ വന്നിട്ട് 14 വയസ്സുള്ളൂ. ഇപ്പം എനിക്ക് 24, 10 ഇയേഴ്സ് മുന്നേ ഉള്ള കാര്യം. അപ്പോൾ ഞാൻ എന്താ പറയുക ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തു. എനിക്ക് ക്ലിപ്പെല്ലാം ഇട്ട് തന്നു. 1 ഇയറോളം ഞാൻ ആ ക്ലിപ്പെല്ലാം ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് ഇവിടേക്ക് മുറി വരുമായിരുന്നു കേട്ടോ ക്ലിപ്പ് തട്ടിയിട്ടൊക്കെ. സോ എന്താ പറയുക, അങ്ങനെ ഒരു 1.5 ഇയർ ഞാൻ ആ ക്ലിപ്പ് യൂസ് ചെയ്തു. എൻ്റെ പല്ലിലത്തെ ഗ്യാപ്പെല്ലാം ഫില്ലായി. കാണുമ്പോൾ ഒരു പ്രൊജക്ഷൻസും പെട്ടെന്ന് തോന്നില്ല, കാരണം ഈ ഗ്യാപ്പെല്ലാം ഫില്ല് ചെയ്തു. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ എന്ത് ചെയ്തു, എൻ്റെ ഫാമിലിയിൽ ഒരു ഫംഗ്ഷൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ഗ്യാപ്പെല്ലാം ഫില്ലായി, കാണുമ്പോൾ ഒരു ഫിനിഷിങ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ ഡോക്ടറിനോട് പറഞ്ഞു, ഡോക്ടർ എൻ്റെ എന്താ പറയുക പല്ല് താഴ്ന്നിട്ടുണ്ടല്ലോ, പിന്നെ എനിക്ക് ക്ലിപ്പ് അയച്ചുകൂടെ ചോദിച്ചപ്പോൾ ഡോക്ടർ ശരി ക്ലിപ്പ് അയച്ചു തരാമെന്ന് പറഞ്ഞിട്ട് ക്ലിപ്പ് അയച്ചു തന്നു. ആക്ച്വലി ഇവിടെ എനിക്ക് പറ്റിയ തെറ്റെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡോക്ടർ നമ്മളെ കൺവിൻസ് ചെയ്യണമായിരുന്നു. അതായത് പല്ലെടുത്താൽ മാത്രമേ പല്ല് നല്ല രീതിയിൽ ഉള്ളിലോട്ട് പോവുള്ളൂ, കറക്റ്റ് അലൈൻമെൻറ്റ് ആവുള്ളൂ. അതുപോലെ തന്നെ താഴെയും എനിക്ക് താഴെ വന്നിട്ട് ഗ്യാപ്പില്ലാത്തതുകൊണ്ട് പല്ല് ചെറിയ രീതിയിൽ അലൈൻമെൻറ്റ് കറക്റ്റ് ആയിരുന്നില്ല, ജസ്റ്റ് വളഞ്ഞും തിരിഞ്ഞിട്ടൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷെ ഡോക്ടർ അതെല്ലാം ഇട്ടിട്ട് ആ ടൈമിൽ അത് കറക്റ്റായിരുന്നു. പിന്നെ അത് അഴിച്ച് കുറച്ച് കഴിഞ്ഞാൽ തന്നെ വീണ്ടും പല്ലിലെ ഗ്യാപ്പ് വരാൻ തുടങ്ങി. പിന്നെ എൻ്റെ പ്രൊജക്ഷൻസ് നല്ല രീതിയിൽ താഴ്ന്നിട്ടുണ്ടായിരുന്നില്ല, വീണ്ടും പ്രൊജക്ഷൻസ് എനിക്ക് ഉണ്ടായിരുന്നു. പക്ഷെ അതൊന്നും എനിക്ക് അപ്പോൾ തിരിച്ചറിയാനുള്ള പ്രായമൊന്നും ആയിട്ടില്ല. ഞാൻ 9th പഠിക്കുന്നുണ്ടായിരുന്നു. പല്ലിൽ ക്ലിപ്പിട്ട് ഗ്യാപ്പ് അടിച്ചു. അപ്പോൾ കാണുമ്പോൾ ഒരു വൃത്തിയുണ്ട്. സിംഗിൾ അലൈനർ തരും. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് കണ്ടിന്യൂസ്ലി ഒരു 6 months ഡേ ആൻഡ് നൈറ്റ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതിനുശേഷം നൈറ്റ് മാത്രം യൂസ് ചെയ്താൽ മതി എന്നായിട്ട് എന്താ പറയാം. അങ്ങനെ ഞാൻ ആ സിംഗിൾ അലൈനർ ഞാൻ ഇട്ടു. അതിന് സെപ്പറേറ്റ് ചാർജസ് ആയിരുന്നു അത് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അതും ഞാൻ യൂസ് ചെയ്യാൻ തുടങ്ങി. ആക്ച്വലി ഏറ്റവും നമുക്ക് ഈ സിംഗിൾ അലൈനറിലെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറുതായിട്ട് തിരികെ ചെയ്തു പറഞ്ഞാൽ അലൈൻമെൻറ്റ് മാറും, നമ്മുടെ പല്ലിൻ്റെ അലൈൻമെൻറ്റ് മാറും. എനിക്ക് അങ്ങനെ ഉണ്ടായി. അതായത് അതെന്തോ ചെറിയ രീതിയിൽ ആ കമ്പി വന്നിട്ട് ചെറുതായിട്ട് എന്തോ വളകി അങ്ങനെ എന്തോ ചെയ്തിട്ടുണ്ടായിരുന്നു. എൻ്റെ ഈ 2 പല്ലും മുകളിലോട്ട് ലിഫ്റ്റായി. കുറച്ചായിട്ടുള്ളൂ, എൻ്റെ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞിട്ട് കുറച്ചായിട്ടുള്ളൂ. എനിക്കാണെങ്കിൽ ഭയങ്കര സങ്കടമായി, അയ്യോ പല്ല് മുകളിലോട്ട്. പിന്നെ അത് കുറച്ച് ദിവസം നമ്മളത് കണ്ട് ശീലിച്ചു. അപ്പോൾ അത് വീണ്ടും എനിക്കത് ഓക്കെ ആയിരുന്നു, എനിക്കങ്ങനെ പ്രശ്നമൊന്നുമില്ല. പിന്നെ എനിക്ക് ചിരിക്കുന്ന സമയത്ത് എന്താണെന്ന് വെച്ചാൽ നല്ല രീതിയിൽ മോണ കാണുന്നുണ്ടായിരുന്നു. എൻ്റെ വന്നിട്ട് മോണ വലുതും പല്ല് ചെറുതുമായിരുന്നു. പക്ഷേ ആ ഡോക്ടർ നമുക്ക് ചെയ്യേണ്ട ട്രീറ്റ്മെൻറ്റ്, ഇന്നതാണ് കുട്ടിക്ക് വേണ്ട ട്രീറ്റ്മെൻറ്റ്, പ്രോപ്പർ ഇതാണ് അങ്ങനൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പല്ലിൽ ക്ലിപ്പിഡ് മാത്രമേ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ വീണ്ടും കുറേ ട്രീറ്റ്മെൻറ്റിലോട്ട് പോയി. എൻ്റെ ചിരിക്കുന്ന സമയത്ത് ഭയങ്കര ഗമ്മി സ്മൈലായിരുന്നു എൻ്റെ വന്നിട്ട്. അപ്പോൾ എനിക്ക് ഒട്ടും കോൺഫിഡൻ്റ് ആയിരുന്നില്ല ചിരിക്കാൻ വേണ്ടിയിട്ട്.
അതിനുശേഷം ഞാൻ എനിക്ക് കണ്ടിന്യൂസ്ലി ഇപ്പോൾ 1 വീക്ക് ക്ലിപ്പ് ഇട്ടില്ല എന്നുണ്ടെങ്കിൽ ഗ്യാപ്പ് വരും, അങ്ങനെയായിരുന്നു. അപ്പോൾ ഞാൻ കണ്ടിന്യൂസ്ലി ഡോക്ടറെ അടുത്ത് ഇപ്പോൾ എൻ്റെ ഇടയ്ക്ക് ക്ലിപ്പ് പോകും അല്ലെങ്കിൽ പൊട്ടിപ്പോകും, അങ്ങനെ എന്തെങ്കിലും കാരണം കൊണ്ട് വീണ്ടും വന്ന സമയത്ത് ആദ്യം 1500, പിന്നെ അത് 2000 ആയി, പിന്നെ അത് 3000 ആയി. ലാസ്റ്റ് ടൈം പോകുന്ന സമയത്ത് എനിക്ക് ഗ്യാപ്പ് ഉണ്ടായിരുന്നു. എനിക്ക് കൊടുത്ത് മതിയായി, പൈസ കൊടുത്ത് മതിയായി. അങ്ങനെ ഞാൻ അവസാനം എന്താ പറയുക, എൻ്റെ പല്ല് വീണ്ടും ഗ്യാപ്പ് വന്ന സമയത്ത് ഞാൻ കുറച്ച് ടൈം ഇടാണ്ടിരുന്നു. അപ്പോൾ വീണ്ടും ഫ്രണ്ടിൽ ഗ്യാപ്പ് വരാൻ തുടങ്ങിയ സമയത്ത് ഞാൻ വീണ്ടും ഡോക്ടറെ അടുത്ത് പോയിട്ട് ഡോക്ടറെ അടുത്ത് അങ്ങനെ പറഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു ശരി നമുക്ക് വീണ്ടും ക്ലിപ്പ് ഇടാം, 5000 വേണമെന്ന് പറഞ്ഞു. ഞാൻ വിചാരിച്ചു ഈ സിംഗിൾ ക്ലിപ്പിന് എന്തിനാണ് ഈ 5000, അതും കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ. അന്ന് 5000 നല്ല വാല്യൂ ഉണ്ട്. അപ്പോൾ ഞാൻ അഡ്വാൻസും കൊടുത്തു, 500 1000 എന്തോ അഡ്വാൻസും കൊടുത്തു. പക്ഷേ ആ പൈസ പോയാലും പോട്ടെ എന്ന് പറഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്തില്ല, പിന്നെ ക്ലിപ്പ് വാങ്ങാൻ വേണ്ടി പോയില്ല. അങ്ങനെ ഞാൻ നെക്സ്റ്റ് ഡെൻറ്റൽ ക്ലിനിക്കിലോട്ട് പോയി. അതും എൻ്റെ വീട്ടിനടുത്തുള്ള ഒരു ഡെൻറ്റൽ ക്ലിനിക്ക്, ഞാൻ ഏതാണെന്നൊന്നും പറയുന്നില്ല കേട്ടോ. അപ്പോൾ വളരെ അടുത്തായിട്ടുള്ള ഞാനൊരു ഡെൻറ്റൽ ക്ലിനിക്കിൽ പോയി. അവിടെയും ഇത് തന്നെയായിരുന്നു. എന്താണെന്ന് വെച്ചാൽ അവിടെ പോയ സമയത്ത് ആ ഡോക്ടർ പറഞ്ഞു മോളുടെ പല്ലിനല്ല പ്രശ്നം, മോണയ്ക്കാണ് പ്രശ്നം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, മോണ കുറച്ച് ലേശം കട്ട് ചെയ്തിട്ട് അപ്പോൾ ആക്കുമ്പോൾ ആ ഗമ്മി സ്മൈൽ ഉണ്ടാവില്ല, അപ്പം പല്ല് കുറച്ച് ലെങ്തി ആയിട്ടുണ്ടാവും, അപ്പോൾ കാണുമ്പോൾ ചിരിക്കുമ്പോൾ ഭംഗിയായിട്ടുണ്ടാവുന്നതാണ്. അപ്പോൾ ഓക്കെ, വേണമെന്നുണ്ടെങ്കിൽ വേറൊരു ഡോക്ടറിനെ കൂടി കൺസൾട്ട് ചെയ്ത് നോക്കാൻ പറഞ്ഞു. എന്നിട്ട് ആ ഡോക്ടർ വരുന്ന സമയത്ത് അപ്പോയിൻമെൻറ്റ് പറഞ്ഞ് ആ ഡോക്ടറിന് വേറെ എക്സ്ട്രാ ഫീ കൊടുത്ത് ആ ഡോക്ടറിനെ കൺസൾട്ട് ചെയ്തു. അപ്പോൾ ആ ഡോക്ടറെ കണ്ടിട്ട് പറഞ്ഞു മോളുടെ പല്ല് നമുക്ക് താഴ്ത്താൻ അങ്ങനൊന്നും പറ്റില്ല, വേണമെന്നുണ്ടെങ്കിൽ നമുക്കൊന്ന് അലൈൻമെൻറ്റ് കറക്റ്റാക്കാം. ഞാൻ പറഞ്ഞില്ലേ 2 പല്ല് മുകളിലോട്ട് കയറിപ്പോയി, അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ നമുക്കൊന്ന് അലൈൻമെൻറ്റ് കറക്റ്റാക്കാം, അല്ലാതെ ഇങ്ങനെ ഗ്യാപ്പ് വന്നുകൊണ്ടേ ഇരിക്കുന്നു. ശരിയെന്ന് പറഞ്ഞിട്ട് ഇനി അങ്ങനെ ക്ലിപ്പ് ഇട്ടാൽ അലൈൻമെൻറ്റ് കറക്റ്റാക്കാൻ മാത്രമല്ല ഗ്യാപ്പ് വരാതിരിക്കില്ല എന്ന്. സോ ഞാൻ എന്ത് ചെയ്തു, വേണ്ട ഇനി പല്ലിൽ ക്ലിപ്പ് ഇടണ്ട, വീണ്ടും ഗ്യാപ്പ് വരുന്നുണ്ടെങ്കിൽ പിന്നെ പല്ലിൽ ക്ലിപ്പ് ഇട്ടിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ക്ലിപ്പ് ഇട്ടില്ല. പിന്നെ ആ ഡോക്ടറെ തന്നെ കൺസൾട്ട് ചെയ്തിട്ട് ക്രൗൺ ലെങ്തനിങ് ആയിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നു. ക്രൗൺ ലെങ്തനിങ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഈ മോണ കട്ട് ചെയ്തിട്ട് എടുക്കും, അതായത് എക്സ്ട്രാ ഗ്രോ ചെയ്തിട്ടുള്ള പോർഷൻ നമ്മൾ കട്ട് ചെയ്തിട്ട് എടുക്കുന്നതാണ് ക്രൗൺ ലെങ്തനിങ് എന്ന് പറയുന്നത്. എസ്തെറ്റിക് ക്രൗൺ ലെങ്തനിങ് അങ്ങനെ എന്തുകൊണ്ട് അതിൻ്റെ പേര്. അത് ചെയ്യാൻ വേണ്ടിയിട്ട് പോയി. ആ സമയത്ത് എത്രയായിരുന്നു, 4000 സംതിങ് ആയിരുന്നു എൻ്റെ കയ്യിൽ നിന്ന് ചാർജ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ക്രൗൺ ലെങ്തനിങ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ക്രൗൺ ലെങ്തനിങ് ചെയ്തത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പോകുന്നു, അവർ നമ്മൾക്ക് തരിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒന്ന് മരവിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു ഇഞ്ചക്ഷൻ തന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നോർമൽ അവരുടെ ടൂൾസ് യൂസ് ചെയ്തിട്ട് നൈഫ് പോലത്തെ ഒരു സംഭവം യൂസ് ചെയ്തിട്ട് അവർ കട്ട് ചെയ്ത് എടുത്തു. എന്നിട്ട് അവരെന്തെങ്കിലും സ്റ്റിച്ച് ചെയ്ത് തന്നു എനിക്ക്. അതും ഏറ്റവും കാണാൻ ബോറായിട്ട് വൃത്തികേടായിട്ട് ഒരു ബ്ലാക്ക് ത്രെഡിലായിരുന്നു എനിക്ക് സ്റ്റിച്ച് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നത്. ഇത് സ്റ്റിച്ച് ചെയ്ത് തന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊറോണ ടൈം അതുകൊണ്ട് എനിക്ക് പുറത്തൊന്നും പോകാനുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞാൻ ഓക്കെ ആയിരുന്നു, എനിക്ക് വേറെ പ്രശ്നം തോന്നിയില്ല. ഞാൻ അതൊരു 2 വീക്സ് ഒക്കെ കഴിയുമ്പോൾ തന്നെ അത് തനിയെ ആ ത്രെഡെല്ലാം പോയി കേട്ടോ. പിന്നെയും എൻ്റെ സ്മൈൽ എനിക്ക് കോൺഫിഡൻ്റ് ആയിരുന്നില്ല, പ്രൊജക്ഷൻ ഉള്ള പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ കണ്ടിന്യൂസ്ലി പിന്നെ സിംഗിൾ അലൈനർ ഇടുന്നുണ്ട്, ഇട്ടില്ല എന്നുണ്ടെങ്കിൽ ഗ്യാപ്പ് വരുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. എന്നിട്ട് ലാസ്റ്റ് ഫൈനലി ഞാൻ തീരുമാനിച്ചു നല്ലൊരു ട്രീറ്റ്മെൻറ്റ് എടുക്കാം. നല്ല രീതിയിൽ തന്നെ ഞാൻ അന്വേഷിച്ച് എന്തൊക്കെ ട്രീറ്റ്മെൻറ്റ് ഉണ്ടെന്ന് എല്ലാം അന്വേഷിച്ചതിന് ശേഷം ഞാൻ ഫൈനലി നല്ലൊരു ഡെൻറ്റൽ ക്ലിനിക്കും കൂടി ഞാൻ കണ്ടുപിടിച്ചു. അങ്ങനെ ഞാൻ കോഴിക്കോടുള്ള മിഡാക്ക് ഡെൻറ്റൽ ക്ലിനിക്കിലോട്ട് പോകുന്നു. ഞാൻ ആക്ച്വലി അപ്പോൾ കോഴിക്കോടിലത്തെ എൻ്റെ സ്റ്റഡീസ് എല്ലാം കഴിഞ്ഞ് ഞാൻ പാലക്കാട്ടിലോട്ട് വന്നു കഴിഞ്ഞു കേട്ടോ. എന്നിട്ടാണ് ഞാൻ ഈ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ അന്വേഷിച്ചതിന് ശേഷമായിരുന്നു ഞാൻ ആ ഒരു ഡെൻറ്റൽ ക്ലിനിക്ക് ചൂസ് ചെയ്തത്. കാരണം എൻ്റെ മൈൻഡിൽ ഉണ്ടായിരുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഞാൻ പാലക്കാട് പോയിട്ടുള്ള എല്ലാ ഡെൻറ്റൽ ക്ലിനിക്കും വന്നിട്ട് ഒരു സിംഗിൾ ഡോക്ടർ നടത്തുന്നതായിരിക്കും. അവിടെ പ്രോപ്പറായിട്ടുള്ള ഒരു ഫെസിലിറ്റീസും ഉണ്ടാവില്ല. മെയിനായിട്ട് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ഡോക്ടർ ചെറിയൊരു സ്പേസിൽ വന്നിട്ട് ക്ലിനിക്ക് ഇട്ടിട്ടുണ്ടാവും. ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളായിരിക്കും ഉണ്ടാവുക, അല്ലാതെ ഒരു അഡ്വാൻസ് ലെവൽ ട്രീറ്റ്മെൻ്റ് ഒന്നും എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ അത് തന്നെ ഡിസൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു നല്ല രീതിയിലുള്ള നല്ല ക്ലിനിക്കിൽ തന്നെ എന്തായാലും പോയിട്ട് ട്രീറ്റ്മെൻറ്റ് എടുക്കണം, എല്ലാ ഫെസിലിറ്റീസും. അങ്ങനെ എനിക്ക് വേണ്ടത് എന്താണെന്ന് ഞാൻ തന്നെ ഡിസൈഡ് ചെയ്ത് ഞാൻ കണ്ടുപിടിച്ചിട്ടായിരുന്നു ലാസ്റ്റ് ഞാൻ ആ ക്ലിനിക്കിലോട്ട് പോയത്. അപ്പോൾ ക്ലിനിക്കിലോട്ട് പോയ സമയത്ത് ഞാൻ ഇങ്ങനെ പറഞ്ഞു എനിക്ക് പല്ലിൻ്റെ ഒരു ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ എന്താണ് പ്രശ്നം ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ചിരിക്കുന്ന സമയത്ത് ഭയങ്കരമായിട്ട് ഗമ്മി സ്മൈലാണ്, മോളെ നല്ല രീതിയിൽ വിസിബിൾ ആവുന്നുണ്ട്, സോ എനിക്ക് അതിനൊരു ട്രീറ്റ്മെൻറ്റ് വേണം. അതായിരുന്നു ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. സോറി. എന്നിട്ട് അതിന് ശേഷം ഞാൻ ആദ്യം വന്നിട്ട് മോണ വിഭാഗം, ഓർത്തോഡോണ്ടിക്കാണ് തോന്നുന്നു, മോണ വിഭാഗം, എനിക്ക് ആ കറക്റ്റ് പേരൊന്നും അറിയില്ല കേട്ടോ. അപ്പോൾ ആ ഡോക്ടറെ കാണാൻ വേണ്ടി പോയി. അപ്പോൾ ഡോക്ടർ പറഞ്ഞു എന്നോട് ചിരിക്കാൻ വേണ്ടി പറഞ്ഞു. ചിരിച്ചു. കണ്ടിട്ട് പറഞ്ഞു മോള് ചിരിക്കുന്ന സമയത്ത് മോളുടെ ലിപ്പ് നല്ല രീതിയിൽ ലിഫ്റ്റ് ആവുന്നുണ്ട്, സോ നമുക്ക് ചെയ്യാൻ പറ്റുന്ന നെക്സ്റ്റ് ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് അതായത് നമ്മുടെ ലിപ്പിൻ്റെ മൂവ്മെൻറ്റിനെ കൺട്രോൾ ചെയ്യാം. അതായത് എൻ്റെ ലിപ്പിൻ്റെ മൂവ്മെൻറ്റിനെ കൺട്രോൾ ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിരിക്കുന്ന സമയത്ത് പല്ല് മാത്രമേ കാണുള്ളൂ, മുകളിലോട്ട് ലിപ്പ് ലിഫ്റ്റ് ആവില്ല.
അതായിരുന്നു ഒരു പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു ഡോക്ടർ എനിക്ക് അത് മാത്രമല്ല എനിക്ക് പ്രൊജക്ഷൻസും കൂടി ഫീൽ ചെയ്യുന്നുണ്ട്, അപ്പോൾ എനിക്ക് ക്ലിപ്പ് ഇട്ടിട്ട് വേണം, അതായത് ക്ലിപ്പ് ഇട്ടുകൊണ്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റ് വേണം എനിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ന് പറഞ്ഞു. എനിക്കൊന്ന് പല്ല് താഴ്ത്തും വേണം, കാരണം എനിക്ക് എൻ്റെ ഫോട്ടോസ് കാണുമ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ ഇങ്ങനെയായിരിക്കും നിൽക്കുന്നുണ്ടാവുക. അതായത് എൻ്റെ പല്ലിൻ്റെ എന്താ പറയുക ഗ്യാപ്പൊന്നും ഇല്ലാത്തതുകൊണ്ട് വലിയ പ്രൊജക്ഷൻസ് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നില്ല, പക്ഷേ എനിക്കറിയാമായിരുന്നു അത് പ്രൊജക്ഷൻ ഉണ്ടെന്നുള്ളത്. അങ്ങനെ ഞാൻ എന്താ പറയുക ക്ലിപ്പ് ഇടാൻ വേണ്ടിയിട്ട് വേറെ ഡോക്ടറിനെ കണ്ടു കേട്ടോ. എനിക്ക് ആദ്യം സ്റ്റാർട്ട് ചെയ്ത ഒരു അഞ്ജലി എന്ന് പറയുന്ന ഒരു ഡോക്ടറായിരുന്നു. അവരെനിക്ക് ട്രീറ്റ്മെൻറ്റിങ്ങനെ പറഞ്ഞു നമുക്ക് ഇന്ന രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യും. അതായത് ആ ഡോക്ടറും ഈ അഞ്ജലി എന്ന് പറയുന്ന ഡോക്ടറും ഒന്നിച്ച് ചേർന്നിട്ട് ഡിസ്കസ് ചെയ്തിട്ടായിരുന്നു എനിക്കൊരു ഫൈനൽ ട്രീറ്റ്മെൻറ്റ് അവർ ഫിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മിനി സ്ക്രൂ ഇംപ്ലാന്റേഷൻ ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ പല്ലിന് മുകളിലോട്ട് ലിഫ്റ്റ് ആക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് ചിരിക്കുന്ന സമയത്ത് അങ്ങനെ മോണ വിസിബിൾ ആവില്ല, അതുമല്ല ചെറിയ രീതിയിൽ മോണ കാണും. അത് കണ്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ പറയുക വെച്ച പോലെ ഉണ്ടാവും പല്ല്, അത് വൃത്തികേടാണ്. അപ്പോൾ നമുക്ക് ആ രീതിയിൽ നമുക്ക് ട്രീറ്റ്മെൻറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. ഓക്കെ, ഐ എം സാറ്റിസ്ഫൈഡ്. ഞാൻ ആ ട്രീറ്റ്മെൻറ്റ് കണ്ടിന്യൂ ചെയ്തു. പിന്നെ ഏറ്റവും വലിയ ഡിഫറൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തരുന്ന പ്രോപ്പർ ട്രീറ്റ്മെൻറ്റ് തന്നെയാണ്. എനിക്ക് ഇവിടെയും ഞാനിപ്പോൾ ചെയ്ത പാലക്കാട് നടത്ത ട്രീറ്റ്മെൻറ്റും കോഴിക്കോട് എടുത്തിട്ടുള്ള ട്രീറ്റ്മെൻറ്റും നമ്മൾ എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ പ്രോപ്പർ സ്റ്റെറിലൈസേഷനോ കാര്യങ്ങളോ ഒന്നുമില്ല. എനിക്ക് അവിടെ പോയപ്പോഴായിരുന്നു മനസ്സിലായത് ഇത്രയും നല്ല ഫെസിലിറ്റീസ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെന്ന് കേട്ടോ. ഇവിടെ ഒരു പ്രോപ്പർ സ്റ്റെറിലൈസേഷൻ ഇല്ല, കാര്യങ്ങളില്ല. അവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ മുന്നിൽ വന്നിട്ടായിരിക്കും ഒരു പാക്ക് സ്റ്റെറിലൈസേഷൻ ചെയ്തിട്ട് കൊണ്ടുവന്ന പാക്ക് ഓപ്പൺ ചെയ്തിട്ട് യൂസ് ചെയ്യുന്നുണ്ടാവും. അതുപോലെ തന്നെയാണ് എല്ലാം നമ്മൾ വരുന്ന സമയത്ത് ഓരോരുത്തരും പോകുന്ന സമയത്ത് ഗ്ലൗസ് ചേഞ്ച് ചെയ്യും. അതുപോലെ തന്നെ ഓരോരുത്തർക്കും സെപ്പറേറ്റ് ആയിരിക്കും അവർ ടൂൾസ് യൂസ് ചെയ്യുന്നുണ്ടാവും. ഒരാൾക്ക് യൂസ് ചെയ്ത ടൂള് സ്റ്റെറിലൈസേഷൻ കഴിഞ്ഞ് വന്നതിന് ശേഷം മാത്രമേ ഒരാൾക്ക് യൂസ് ചെയ്യുള്ളൂ. സോ അവിടെ പ്രോപ്പറായിട്ടുള്ള ഒരു ട്രീറ്റ്മെൻ്റ് ആയിരുന്നു അവിടെ തന്നിട്ടുണ്ടായിരുന്നു. ഇവിടെ എനിക്ക് അങ്ങനത്തെ ഒരു കുന്തവും എനിക്ക് തോന്നിയിട്ടില്ല കിട്ടിയിട്ടുണ്ട് എന്നുള്ളത്. ഒന്നും ഒരു വളരെ ബേസിക് ആയിട്ടുള്ള ഒരു ഫെസിലിറ്റീസ് മാത്രമേ ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ. അതും കത്തി വയ്ക്കുന്ന ചാർജസും. ഞാൻ കോഴിക്കോട് നിന്ന് ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു എൻ്റെ ട്രീറ്റ്മെൻറ്റിന് വന്നിട്ട് പല്ലിൽ ക്ലിപ്പ് ഇടാൻ വേണ്ടിയിട്ട് അവർ ചാർജ് ചെയ്തിരിക്കുന്നത് 14,000 രൂപയായിരുന്നു. 14,000 ആയിരുന്നു എനിക്ക് ചാർജ് ചെയ്തിട്ടുണ്ടായിരുന്നത്. 10 വർഷം കഴിഞ്ഞതിന് ശേഷം, 10 വർഷം മുന്നേ ഞാൻ 13,000-നായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇപ്പം ഞാൻ ചെയ്യുന്നത് 14,000-ന്. അങ്ങനെ ഞാൻ എൻ്റെ ട്രീറ്റ്മെൻറ്റ് എല്ലാം സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ആദ്യം എനിക്കവർ എന്താ പറയുക ബ്രേസസ് എല്ലാം ഇട്ട് തന്നു. അതിനുശേഷം നെക്സ്റ്റ് മന്ത് എനിക്ക് പല്ല് പറിക്കാനുള്ള അപ്പോയിൻമെൻറ്റ് തന്നിട്ട് അതിന് സെപ്പറേറ്റ് ചാർജസ് ആയിരുന്നു. ഒരു പല്ല് പറിക്കാൻ 250 റുപ്പീസ് നോർമൽ ചാർജസ് തന്നെയായിരുന്നു കേട്ടോ. പല്ല് പറിച്ചു. അത് കഴിഞ്ഞ ശേഷം ട്രീറ്റ്മെൻറ്റ് കണ്ടിന്യൂസ്ലി അത് സ്റ്റാർട്ടായി. ബ്രേസസ് എല്ലാം ഇട്ടു. ആദ്യത്തെ മന്ത് തന്നെ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഹാർഡായിട്ടുള്ള ഐറ്റംസ് ഒന്നും കഴിക്കരുത്, അത് പൊട്ടിപ്പോകുന്നു. ഞാൻ കേട്ടില്ല, ഞാൻ ചിക്കനൊക്കെ വലിച്ച് കഴിച്ചു. ആദ്യത്തെ 1 മന്തിൽ തന്നെ എൻ്റെ ആ ബ്രേസസ് എല്ലാം വിട്ടുപോയി, ഈ ഭാഗത്തുള്ള ബ്രേസസ് എല്ലാം വിട്ടുപോയി കേട്ടോ. പിന്നെയും ആ ഡോക്ടർ എന്താ പറയുക നെക്സ്റ്റ് മന്ത് പോകുന്ന സമയത്ത് എന്ന് പറഞ്ഞു മോളത് പൊട്ടിക്കരുത്, ട്രീറ്റ്മെൻറ്റ് നീണ്ടു പോകും, 1.5 വർഷം വരെ ചിലപ്പോൾ 2 വർഷം ഇങ്ങനെ കണ്ടിന്യൂസ്ലി പൊട്ടിച്ചിട്ട് വന്നു. അങ്ങനെ ഡോക്ടർ എന്ത് ചെയ്തു, എക്സ്ട്രാ എനിക്കൊരു ചെറിയൊരു വളരെ മൈന്യൂട്ടായിട്ടുള്ള ഒരു ത്രെഡ് വെച്ച് ലോക്ക് ചെയ്തിട്ടായിരുന്നു തന്നിട്ടുണ്ട്. അതിനുശേഷം ഒരു ബ്രേസസ് പോലും എൻ്റെ പൊട്ടിപ്പോയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഞാൻ ചിക്കൻ മുറുക്ക് എല്ലാം കഴിച്ചിട്ടുണ്ടായിരുന്നു, ഒരു ബ്രേസസും പൊട്ടിപ്പോയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അങ്ങനെ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തു. പിന്നെ ആ ഡോക്ടർ മാരേജ് എന്തോ റിലേറ്റഡ് ആയിട്ട് ഒരു 2-3 മന്ത്സ് കഴിഞ്ഞാൽ ആ ഡോക്ടർ മാറി. പിന്നെ എൻ്റെ ട്രീറ്റ്മെൻറ്റ് എല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നു ജോസിൻ ഡോക്ടർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഡോക്ടറായിരുന്നു. വളരെ നല്ല തങ്കക്കുടം പോലത്തെ ഒരു ഡോക്ടറായിരുന്നു കേട്ടോ. അതായത് ഇപ്പോൾ എനിക്ക് എന്താണോ വേണ്ടത് കറക്റ്റായിട്ട് പറഞ്ഞു തരും, അങ്ങനെ എല്ലാം പ്രോപ്പറായിട്ട് ചെയ്തു തരും. ആ ഡോക്ടറായിരുന്നു. പിന്നെ ട്രീറ്റ്മെൻറ്റ് എല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു 5 മന്ത്സ് കഴിഞ്ഞ് പറഞ്ഞു മോളെ എന്താ പറയുക ഏകദേശം പല്ലൊക്കെ ഒന്ന് ഉള്ളിലോട്ട് പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യാം. മിനി സ്ക്രൂ ഇംപ്ലാന്റേഷൻ ആണ് എൻ്റെ പേര്. മിനി സ്ക്രൂ ഇംപ്ലാന്റേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 2 ഭാഗത്തായിട്ട് ചെറിയ സ്ക്രൂ ഇടും. അതായത് ഞാനിട്ടുണ്ടായിരുന്നത് 2.5-ൻ്റെ ആയിരുന്നു ആദ്യം ഡോക്ടർ പറഞ്ഞത് നമുക്ക് ചെയ്യാമെന്നുള്ളത്. പക്ഷേ എൻ്റെ മോളെ കുറച്ചുകൂടെ ഹാർഡാണ്, അത്ര സോഫ്റ്റ് അല്ല. അപ്പോൾ ഹാർഡായതുകൊണ്ട് ചിലപ്പോൾ അവർ പറഞ്ഞു 2.5-ൻ്റെ ഇട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് ലിഫ്റ്റ് ആവാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം 3.5-ൻ്റെ ഇടാമെന്ന് പറഞ്ഞു സ്ക്രൂ. അങ്ങനെ ഞാൻ 3.5-ൻ്റെ ആയിരുന്നു ഇട്ടിട്ടുണ്ടായിരുന്ന സ്ക്രൂ. അങ്ങനെ ഈ 2 ഭാഗത്തും സ്ക്രൂ ചെയ്തതിന് ശേഷം നമ്മൾ ഏത് രീതിയിലാണോ പല്ല് ഇങ്ങോട്ട് ലിഫ്റ്റ് ആക്കുന്നത് അതേ പ്രോസസ്സ് പോലെ തന്നെ ഈ സ്ക്രൂവിലോട്ട് ഇങ്ങോട്ടൊരു റബ്ബർ ബാൻഡ് ഇട്ടിട്ടുണ്ടാവും. എൻ്റെ ഫോട്ടോ ഇല്ല, ഞാൻ വേറെ ഏതെങ്കിലും ഫോട്ടോസ് ഞാനിവിടെ ആഡ് ചെയ്യാം കേട്ടോ, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അതെങ്ങനെയാണെന്നുള്ളത്. അങ്ങനെ ആ സ്ക്രൂ വെച്ചിട്ട് എൻ്റെ ഈ ഫ്രണ്ടിലത്തെ ഈ 6 പല്ലും മുകളിലോട്ട് ലിഫ്റ്റ് ചെയ്തു. അപ്പോൾ ചെറിയ പെയിനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, പെയിനൊക്കെ സഹിക്കണം, എന്നാൽ മാത്രം പ്രോപ്പർ ട്രീറ്റ്മെൻറ്റ് കിട്ടുള്ളൂ. സോ അത് സ്റ്റാർട്ട് ചെയ്തു. പിന്നെ അതൊരു 5-6 മന്ത്സ് ഒക്കെ ആയിരുന്നു ആ ട്രീറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു മിനി സ്ക്രൂ ഇംപ്ലാന്റേഷൻ. അത് ചെയ്യുന്ന സമയത്ത് എന്താണെന്ന് വെച്ചാൽ മുകളിലോട്ടും ലിഫ്റ്റ് ആക്കും, ഇങ്ങോട്ടും ടൈറ്റ് ആക്കും. അതായത് 2 ട്രീറ്റ്മെൻറ്റും അതായത് ഒന്നിച്ച് തന്നെയാണ് കേട്ടോ അത് കണ്ടിന്യൂ ചെയ്തുകൊണ്ട് പോകുന്നത്. അല്ലാതെ ഇത് ഫുള്ളായി കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ഇത് ചെയ്യുക, അല്ലെങ്കിൽ ഇത് കഴിഞ്ഞതിന് ശേഷം ഈ ട്രീറ്റ്മെൻറ്റ് ചെയ്യുക, അങ്ങനെ അല്ലാതെ 2 ഒന്നിച്ച് തന്നെയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ അത് ലിഫ്റ്റ് ആക്കാൻ തുടങ്ങി. പിന്നെ അതെല്ലാം ലിഫ്റ്റായി ഏകദേശം പ്രോപ്പർ അലൈൻമെൻറ്റൊക്കെ ആയി. ചിരിക്കുന്ന സമയത്ത് അങ്ങനെ മോണയൊന്നും കാണുന്നില്ല,
പ്രോപ്പറായി. പിന്നെ അതിനിടയിൽ എനിക്ക് വന്നിട്ടുണ്ടായിരുന്ന കുറച്ച് പ്രശ്നങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് പല്ല് ക്ലിപ്പിട്ട സമയത്ത് നമുക്ക് ഓൾറെഡി അവർ അത്രയും നല്ല കെയർ ആണ് നമുക്ക് തരുന്നത്. അതിൽ നമ്മൾക്ക് ഓർത്തോഡോണ്ടിക്കിൻ്റെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓർത്തോ ബ്രഷസ് നമുക്ക് തരും. പിന്നെ അതുകൂടാതെ തന്നെ ഇത് തരും, അതായത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക, വാക്സ് തരും. എന്താണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എൻ്റെ ആദ്യത്തെ ട്രീറ്റ്മെൻറ്റിൽ ഇവിടെ എല്ലാം എനിക്ക് പോയിട്ടിരുന്നു. ആ ഡോക്ടർ പറഞ്ഞു, മോളെ ഈ പല്ല് ഉള്ളിലോട്ട് ലിഫ്റ്റ് ആകുമ്പോൾ ഈ കമ്പി വന്നിട്ട് പുറകിലോട്ട് അത് നീങ്ങി പോകും, അതിവിടെ തട്ടിയിട്ട് മുറിയാവാനുള്ള ചാൻസസ് ഉണ്ട്. ഉള്ളിലാണുള്ളത്, ഇവിടെയല്ല, ഉള്ളിലോട്ട് തട്ടിയിട്ട് കീറാനുള്ള ചാൻസസ് ഉണ്ട്. അതിനുള്ള ഓയിൻമെൻറ്റും അതേ ഡോക്ടർ തന്നിട്ടുണ്ടായിരുന്നു. അത് തട്ടുന്ന സമയത്ത് ഈ വാക്സ് വെച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് വാക്സ് എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു. ഇതൊന്നും എനിക്ക് ആ പെയിൻ ഉണ്ടെന്നുണ്ടെങ്കിൽ വീണ്ടും അതിലൂടെ ഈ കമ്പി തട്ടിക്കൊണ്ടേയിരിക്കുന്നു. മുറിവിൽ തന്നെ വീണ്ടും ആ കമ്പി തട്ടുമ്പോൾ അയ്യോ ഭയങ്കര പെയിൻഫുള്ളായിരുന്നു. പക്ഷേ ഇവിടെ എനിക്ക് ഓൾറെഡി അവർ നമ്മളോട് ഇൻഫോം ചെയ്തിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ അതായത് മുറിയാവാൻ ചാൻസ് ഉണ്ട്, ഇന്ന് ഓയിൻമെൻറ്റ് തേക്കണം, ആ സമയത്ത് ഈ വാക്സ് വെച്ചാൽ മതി. അങ്ങനെ വളരെ നല്ലൊരു ട്രീറ്റ്മെൻ്റ് ആയിരുന്നു. എനിക്ക് എന്താ പറയേണ്ടതെന്ന് അറിയില്ല, അത്രയും നല്ലൊരു ട്രീറ്റ്മെൻ്റ് ആയിരുന്നു എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു ആ ഡോക്ടർ. അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഈ ട്രീറ്റ്മെൻറ്റ് എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ എനിക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ എത്രയൊക്കെ തന്നെ പ്രോപ്പറായിട്ട്, ഞാനിപ്പോൾ മോർണിംഗും നൈറ്റും എല്ലാം ഞാൻ ബ്രഷ് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും നമ്മുടെ ഫുഡ് പാർട്ടിക്കിൾസ് എന്തായാലും നമ്മൾ ബ്രേസസ് ഇടുന്ന സമയത്ത് ഉണ്ടാകും. ഓൾറെഡി ഞാൻ പറഞ്ഞില്ല, ഇങ്ങനെ ലോക്ക് ചെയ്തിട്ടുള്ള ഒരു എന്താ പറയുക, ചെറിയ വളരെ മൈന്യൂട്ടായിട്ടുള്ള ഒരു ത്രെഡ് പോലത്തെ ഒരു സംഭവം കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ ആ ഫുഡ് വേസ്റ്റോ ആ കാര്യങ്ങളോ നിന്നിട്ട് എനിക്ക് ഗംസ് ഒന്ന് എൻലാർജ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ എൻ്റെ ഭയങ്കര സെൻസിറ്റീവാണ് ഈ ഒരു ഏരിയ. അപ്പോൾ പെട്ടെന്ന് ഞാൻ എൻലാർജ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, മോളെ ഇത് എൻലാർജ് ചെയ്തിട്ട് താഴോട്ട് അത് ഗ്രോ ചെയ്ത് ഗംസ് വരുന്നുണ്ട്, അത് വന്നു കഴിഞ്ഞാൽ നമുക്ക് പ്രോപ്പറായിട്ട് ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്തിട്ട് ആ എക്സ്ട്രാ വളർന്നു വന്നിരിക്കുന്ന, അതൊന്ന് എൻലാർജ് ചെയ്ത് വന്നിരിക്കുന്ന ക്രൗൺസ് ഒന്ന് കട്ട് ചെയ്ത് കളയണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഡോക്ടർ അതിപ്പോൾ ചെയ്യണം, നമുക്ക് ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞതിന് ശേഷം ചെയ്ത് പറഞ്ഞാൽ അതൊരു ഫിനിഷിംഗ് ഉണ്ടാവില്ല. ക്രൗൺ ലെങ്തനിങ് പോലെ തന്നെ സെയിം പ്രോസസ്സ് തന്നെയാണ്, ക്രൗൺ ലെങ്തനിങ് തന്നെയാണ്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, മതി മോളെ, പക്ഷേ ഇപ്പോൾ ചെയ്തു പറഞ്ഞു കഴിഞ്ഞാൽ നല്ലതായിരിക്കും, അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ട്രീറ്റ്മെൻറ്റിനെ അത് ബാധിക്കും. നമുക്ക് എന്തായാലും അത് ചെയ്യുന്ന ഡോക്ടറായിട്ട് ഒന്ന് സംസാരിക്കാമെന്ന് പറഞ്ഞിട്ട് വേറെ ഡോക്ടറായിട്ട് സംസാരിക്കുന്നു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, ശരി മോളെ, നമുക്കൊരു കാര്യം ചെയ്യാം, ഈ എന്താ പറയുക, ഇപ്പോൾ ജസ്റ്റ് ഞാനത് കട്ട് ചെയ്തിട്ട് ഞാൻ ജസ്റ്റ് എല്ലാം ഒന്ന് ക്ലീൻ ചെയ്ത് തരാം. അതിനുശേഷം മോളുടെ ഈ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞിട്ട് ഇങ്ങനെ എന്തെങ്കിലും ഒരു ഇഷ്യൂസ് അല്ലെങ്കിൽ ഗംസിൻ്റെ എന്തെങ്കിലും പ്രശ്നം, അല്ലെങ്കിൽ ഇനി അതിപ്പോൾ കട്ട് ചെയ്യേണ്ട ആവശ്യം വരിക അങ്ങനെ എന്താണെന്നുണ്ടെങ്കിൽ ആ സമയത്ത് എക്സ്ട്രാ ചാർജസ് ഒന്നും വേണ്ട, ഇതിൽ ഇൻക്ലൂഡഡ് ആണ്, അത് ചെയ്തു തരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഓക്കെ, ഇത് ക്രൗൺ ലെങ്തനിങ് ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് ഇവിടെ വന്നിട്ട് ഒരു പല്ലിന് 600 rupees ആയിരുന്നു കേട്ടോ വന്നിട്ടുണ്ടായിരുന്നു. അതിൽ എനിക്ക് റിഡക്ഷനും ഞാൻ പറഞ്ഞു, ഡോക്ടർ ഞാൻ കുറേ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നു, അപ്പോൾ എനിക്ക് എന്തെങ്കിലും കുറച്ച് തരണം. അപ്പോൾ ആ ഡോക്ടർ എനിക്ക് കുറച്ച് തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അത് ചെയ്തു. അതിനുശേഷം പല്ലിൻ്റെ ക്ലീനിങ് കാര്യങ്ങളെല്ലാം. ഇതിലെനിക്ക് എന്താ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഇവിടെ ഓൾറെഡി ക്രൗൺ ലെങ്തനിങ് 1 time ചെയ്തതാണ്. ഇവിടെ എനിക്കുണ്ടായിരുന്ന എക്സ്പീരിയൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ഞാൻ പോയ സമയത്ത് വളരെ നോർമലായിട്ടുള്ള ടൂൾസ്, അതായത് നമ്മളുടെ സാധാരണ ഒരു നൈഫ് പോലത്തെ ഒരു സംഭവം വെച്ചിട്ട് അത് തപ്പിച്ചിട്ട് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് തരികയാണ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അഡ്വാൻസ് ലെവലായിട്ടുള്ള ലേസർ വെച്ചിട്ടുള്ള കട്ടിങ് ആയിരുന്നു. പ്രോപ്പറായിട്ട് പല്ല് കറക്റ്റ് അളവിലായിരുന്നു കട്ട് ചെയ്ത് തന്നിട്ടുണ്ട്. പണ്ട് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കറ ഉറാന്നൊക്കെ കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. കാരണം നമ്മുടെ കൈ കൊണ്ട് കട്ട് ചെയ്യുന്ന സമയത്ത് ഒരു ഫിനിഷിങ് വരില്ല അതെന്തായാലും, പ്രത്യേകിച്ച് നൈഫും കൊണ്ട് കട്ട് ചെയ്യുന്ന സമയത്ത്. അപ്പോൾ എന്താ പറയുക, അങ്ങനെ ഒരു പ്രോപ്പർ ആയിരുന്നില്ല. പക്ഷേ എനിക്ക് ഇവിടുന്ന് ചെയ്യുന്ന സമയത്ത് ലേസറിൽ നല്ല രീതിയിൽ തന്നെ കറക്റ്റ് ആ ഒരു ഷേപ്പിൽ തന്നെയായിരുന്നു കേട്ടോ കട്ട് ചെയ്ത്. ഞാൻ കാണിച്ചു തരാം, പല്ലിൻ്റെ ആ ഒരു കട്ടിങ്സ് എല്ലാം കണ്ടോ, കറക്റ്റ് പ്രോപ്പറായിട്ട് ഒരു റാവ് പോലത്തെ ഷേപ്പിലാണ് എനിക്ക് കട്ട് ചെയ്ത ഡോക്ടർ ലേസർ കട്ടിങ് തന്നെയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. അതും ഒരു പല്ലിന് 600 ഉള്ളൂ. ഞാൻ ഇവിടെ ടോട്ടൽ എമൗണ്ട് 3000 4000 കൊടുത്തു. എനിക്ക് അവിടെ 2000 സംതിങ് ആയിട്ടും ഫുള്ളായിട്ട് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ അങ്ങനെ അതും എല്ലാം ചെയ്ത് എൻ്റെ പ്രോപ്പർ ട്രീറ്റ്മെൻറ്റ് എല്ലാം ഫിനിഷ് ആയിട്ടോ, അതായത് ഒരു 1.5 year ആകുമ്പോഴേക്കും പല്ലെല്ലാം ലിഫ്റ്റായി, ഗ്യാപ്പെല്ലാം ഫില്ലായി, എല്ലാം പ്രോപ്പറായിട്ട് ആയി. പക്ഷേ ഞാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ പല്ല് നല്ല രീതിയിലോട്ട് ഉള്ളിലോട്ട് പോകാനുള്ള ചാൻസസ് ഉണ്ടായിരുന്നു. കാരണം എന്താ വെച്ചാൽ ഞാൻ ഓൾറെഡി പല്ല് താഴ്ചതാണ്, വീണ്ടും പല്ലിൽ ഇട്ടുന്ന സമയത്ത് ഉള്ളിലോട്ട് ആവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, വളരെ നമുക്കൊരു കാര്യം ചെയ്യാം, ഇനി അത് ഉള്ളിലോട്ട് പോയി കഴിഞ്ഞാൽ അത് വൃത്തികേടാവും, നമുക്ക് എന്ത് ചെയ്യാം, പുറകിലുള്ള പല്ലിന് ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്ന് ഫ്രണ്ടിലോട്ട് അത് ലിഫ്റ്റ് ആക്കാം. അങ്ങനെ പറഞ്ഞു. എന്നിട്ട് ലാസ്റ്റത്തെ ഒരു 3 months 4 months ബാക്കിലുള്ള പല്ലായിരുന്നു ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് ലിഫ്റ്റ് ആക്കിയിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ പ്രോപ്പർ ട്രീറ്റ്മെൻറ്റ് എല്ലാം ഫിനിഷായി, കംപ്ലീറ്റ് ആയി. ഞാൻ ഭയങ്കര സാറ്റിസ്ഫൈ ആയിരുന്നു കേട്ടോ എനിക്ക് തന്ന ട്രീറ്റ്മെൻറ്റ്. പിന്നെ ഞാൻ ലാസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഈ അലൈനർ തരണമെങ്കിൽ ഇത് ഭയങ്കര പേടിയാണ്. അത് ചെറിയ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ അലൈൻമെൻറ്റ്സ് നമ്മുടെ മാറും. അതിന് അലൈനർ എന്നല്ല പറയുക, റീറ്റൈനറും അല്ല, വേറെ എന്തോ ഒരു പേരാണ് കേട്ടോ. ഒരു കമ്പി പോലെ ഇടുന്നൊരു സംഭവം, നമ്മൾ ഇവിടെ ഇങ്ങനെ ജസ്റ്റ് ഫിക്സ് ചെയ്തിട്ട് ഇങ്ങനെ കമ്പി പോലെ വരുന്നൊരു സംഭവം. അപ്പോൾ പക്ഷേ എനിക്ക് ആ ഡോക്ടർ തന്നിട്ടുണ്ടായിരുന്ന ട്രാൻസ്പെറൻറ്റ് അലൈനറാണ്. അതിന് എക്സ്ട്രാ ചാർജസ് ഒന്നും ഇല്ല കേട്ടോ. ഈ 14,000 ഇൻക്ലൂഡഡ് ആണ്. എക്സ്ട്രാ ചാർജ് തന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ക്രൗൺ ലെങ്തനിങ് ചെയ്യാൻ എക്സ്ട്രാ ചാർജസ് ഉണ്ടായിരുന്നു, പിന്നെ പല്ല് പറിക്കാൻ എക്സ്ട്രാ ചാർജസ് ഉണ്ടായിരുന്നു, പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മിനി സ്ക്രൂ ഇംപ്ലാന്റേഷന്
എക്സ്ട്രാ ചാർജസ് ഉണ്ടായിരുന്നു. അതായത് ഒരു സ്ക്രൂവിന് 3.5 ആണ്, അതായത് 3500, ഇതിനും 3500, അങ്ങനെ ടോട്ടൽ 7000 ആയിരുന്നു മിനി സ്ക്രൂ ഇംപ്ലാന്റേഷന് വേണ്ടി വന്നിട്ടുണ്ടായിരുന്ന ചാർജസ്. ഇനി അതെല്ലാം കഴിഞ്ഞ് ഈ എന്താ പറയുക ഫൈനലി എനിക്ക് തന്നിട്ടുണ്ടായിരുന്ന അലൈനേഴ്സ് എല്ലാം ഇൻക്ലൂഡഡ് ആണ്. അതുപോലെ തന്നെ നമ്മുടെ പല്ലിൻ്റെ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്തും അതായത് സ്കാനിങ് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടാണ് പ്രോപ്പറായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇവിടെ അങ്ങനത്തെ ഒന്നും ഉണ്ടായിരുന്നില്ല. അതായത് ബ്രേസസ് എല്ലാം റിമൂവ് ചെയ്തതിന് ശേഷം ക്ലീനിങ് നല്ല രീതിയിൽ ക്ലീനിങ് ചെയ്ത് തന്നു. അതുകൂടാതെ തന്നെ ഉള്ളിൽ അതായത് പല്ലിൻ്റെ ഉള്ളിൽ ഇതിനുള്ളിലുമായിട്ട് എന്താണ് വളരെ മൈന്യൂട്ടായിട്ടുള്ള ഒരു ത്രെഡ് വെച്ചിട്ട് കറക്റ്റ് അലൈൻമെൻറ്റ് അങ്ങനെ തന്നെ നിൽക്കാൻ വേണ്ടിയിട്ട് അവിടെ ഫിക്സ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അത് പെർമനൻ്റ് ആണ്, അത് റിമൂവ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ അതെനിക്ക് വളരെ നല്ല ഒരു കാര്യമായിട്ടാണ് തോന്നിയത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റീറ്റെയിനർ 1-2 ദിവസം ഇട്ടില്ല എന്നുണ്ടെങ്കിലും അലൈനർ ഇട്ടില്ലെങ്കിലും പ്രശ്നമില്ല. ബട്ട് അത് കണ്ടിന്യൂസ്ലി ഇടണം. അതായത് 6 മന്ത്സോളം എന്നോട് റീറ്റെയിനർ കണ്ടിന്യൂസ്ലി ഡേ ആൻഡ് നൈറ്റ് യൂസ് ചെയ്യാൻ പറഞ്ഞു. അതിനുശേഷം നൈറ്റ് മാത്രം യൂസ് ചെയ്താൽ മതി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഗ്യാപ്പ് വരും. അപ്പോൾ ഇത്രയും ട്രീറ്റ്മെൻ്റ് ആയിരുന്നു ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. ആക്ച്വലി എനിക്ക് എന്താണെന്ന് വെച്ചാൽ ഞാൻ 9th പോയി ട്രീറ്റ്മെൻറ്റ് ഞാൻ പ്രോപ്പറായിട്ട് എൻ്റെ എന്താണോ പ്രശ്നം അത് മനസ്സിലാക്കി എനിക്കൊരു ട്രീറ്റ്മെൻറ്റ് തന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇത്രയും ട്രീറ്റ്മെൻറ്റ് എനിക്ക് എടുക്കേണ്ടി വന്നിട്ടുണ്ടാവില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ആക്ച്വലി ഞാൻ അന്ന് ചെയ്തിട്ടുണ്ടായിരുന്ന തെറ്റുകൾ കൊണ്ട് മാത്രമാണ് ഞാൻ ഇത്രയും പൈസ എനിക്ക് വീണ്ടും ഞാൻ ഇവിടെ തന്നെ ആക്ച്വലി ഞാൻ 13,000 കൊടുത്തിട്ട് ഞാൻ പല്ലിൽ ക്ലിപ്പിട്ടു. അതിനുശേഷം 1,500, 2,000, 3,000, ലാസ്റ്റ് 5,000 വരെയായി സിംഗിൾ അലൈനർ വാങ്ങാൻ വേണ്ടിയിട്ട്. പിന്നെ അതിനുശേഷം പോയിട്ട് പിന്നെ ക്രൗൺ ലെങ്തനിങ് ചെയ്തു. അത് പ്രോപ്പറായിരുന്നില്ല, ട്രീറ്റ്മെൻറ്റ് പ്രോപ്പറായിരുന്നില്ല. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ആക്ച്വലി എന്താണെന്ന് വെച്ചാൽ നിങ്ങളൊരു ക്ലിപ്പ് ഇടാൻ പോകുന്നതിന് മുന്നേ ആക്ച്വലി നിങ്ങളുടെ പ്രോബ്ലം എന്താണെന്ന് നിങ്ങൾ തന്നെ ഫൈൻഡ് ചെയ്യാം. പല്ലിൻ്റെ പ്രൊജക്ഷൻസ് ആണോ കാര്യങ്ങളാണോ, അതായത് ഗമ്മി സ്മൈലാണോ, അപ്പോൾ അതിന് എന്തൊക്കെ ട്രീറ്റ്മെൻറ്റ്സ് ഉണ്ട്. ഇപ്പോൾ പണ്ടത്തെ പോലെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ അഡ്വാൻസ് ലെവലിലുള്ള ട്രീറ്റ്മെൻറ്റ്സ് അവൈലബിൾ ആണ്. ഇപ്പോൾ വളരെ അതായത് ഇപ്പോൾ പല സ്ഥലങ്ങളിലും അത്രയും ട്രീറ്റ്മെൻറ്റ്സ് അവൈലബിൾ ആയിരിക്കുന്നില്ല. നമ്മുടെ വീട്ടിൽ വളരെ അടുത്തായിട്ടൊന്നും ആ ട്രീറ്റ്മെൻറ്റ്സ് അവൈലബിൾ ആയിരിക്കുന്നില്ല. എന്നാൽ പോലും കുറച്ച് നിങ്ങൾക്ക് ട്രാവൽ ചെയ്യാനൊക്കെ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ എവിടെയാണോ നല്ല ട്രീറ്റ്മെൻറ്റ് കിട്ടുന്നത് അവിടെ തന്നെ പോയി ചെയ്യണം കേട്ടോ. അത് എന്നാൽ മാത്രം നല്ലൊരു റിസൾട്ട് നമുക്ക് കിട്ടുള്ളൂ എന്നുള്ളത് തന്നെയാണ് സത്യം. ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് നിന്ന് പഠിച്ച ഒരു കാര്യമാണ്. അപ്പോൾ ആരെങ്കിലുമൊക്കെ ഫ്യൂച്ചറിൽ ക്ലിപ്പ് ഇടാൻ വേണ്ടിയിട്ട് നോക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കണം. അതായത് മാക്സിമം ഒരു കാര്യം ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഡോക്ടർ മാത്രം നടത്തുന്ന ഡെൻറ്റൽ ക്ലിനിക്കിലോട്ട് പോകാതിരിക്കുക. നല്ല രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റ്സ് തരുന്ന കുറേ ഡെൻറ്റൽ ക്ലിനിക്സ് ഇപ്പോൾ അവൈലബിൾ ആണ്, കുറേ എവിടെയെല്ലാം. ഇപ്പോൾ ഞാൻ പോയി അവിടെ എന്താണെന്ന് വെച്ചാൽ വേറെ ഡോക്ടറെ കാണിക്കുക എക്സ്ട്രാ ഫീസോ കാര്യങ്ങളോ അല്ലെങ്കിൽ ചാർജസോ ഒന്നുമില്ല. ട്രീറ്റ്മെൻറ്റ്സിന് മാത്രമാണ് ചാർജസ് വരുന്നുണ്ടായിരുന്നത്. അതും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നല്ലൊരു ട്രീറ്റ്മെൻറ്റ്, അഡ്വാൻസ് ലെവൽ ട്രീറ്റ്മെൻറ്റ്. സോ നിങ്ങൾ ചൂസ് ചെയ്യുന്ന സമയത്തും ഇത്തരത്തിലുള്ള രീതിയിൽ തന്നെ ഒന്ന് അന്വേഷിച്ച് നമ്മുടെ ഹോം ടൗണിൽ തന്നെ കിട്ടണമെന്നല്ലോ. ഒന്ന് കുറച്ച് ട്രാവൽ ചെയ്യാമെന്നുണ്ടെങ്കിലും കുഴപ്പമില്ല, നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടുമല്ലേ. സോ അപ്പോൾ നല്ല രീതിയിൽ തന്നെ നിങ്ങൾ ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ വേണ്ടി നോക്കുക. സോ ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. സോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.